അന്യഗ്രഹ ജീവിതം, ബ്ലാക്ക് മാജിക്, സാത്താൻ സേവ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും കണ്ണോടിക്കുന്ന മലയാളികൾ കേൾക്കുന്ന വാക്കുകളാണ് ഇതൊക്കെ. അരുണാചൽ പ്രദേശിലെ ഹോട്ടൽ മുറിയിൽ 3 മലയാളികൾ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതാണ് ഈ വാക്കുകൾ വീണ്ടും ചർച്ചാ വിഷയമാകാൻ കാരണമായിരിക്കുന്നത്. 3 യുവാക്കളുടെ മരണത്തിന് പിന്നിൽ ആഭിചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും ബന്ധമുണ്ട് എന്ന സംശയം ഉയർന്നതോടുകൂടി അന്വേഷണം നടക്കണമെന്ന ആവശ്യവും ഒരു കോണിൽ ഉയർന്നു. പ്രബുദ്ധരെന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന മലയാളികൾക്കിടയിലും ഇത്തരം അന്ധവിശ്വാസങ്ങൾ നിലനിൽക്കുന്നു എന്നത് ആശങ്കയുളവാക്കുന്ന കാര്യം തന്നെയാണ്. 2017 തിരുവനന്തപുരത്തെ നന്ദൻകോട് ഒരു കുടുംബത്തിലെ 4 പേരുടെ കൊലപാതകമാണ് സാത്താൻ സേവയും ബ്ലാക്ക് മാജിക്കും മലയാളികൾക്ക് സുപരിചിതമാക്കിയത്. സ്വന്തം പിതാവിനെയും മാതാവിനെയും സഹോദരിയെയും ബന്ധുവിനെയും സാത്താൻ സേവ രീതി അവലംബിച്ചാണ് മകൻ കേഡൽ ജിൻസൺ കൊലപ്പെടുത്തിയത്. ശരീരത്തിൽ നിന്ന് ആത്മാവിനെ വേർപെടുത്തുന്ന രീതി പരീക്ഷിക്കുകയായിരുന്നു എന്നാണ് കേഡൽ പോലീസിന് നൽകിയ മൊഴിയിൽ പറഞ്ഞത്. പിന്നീട് ഇലന്തൂരിലെ നരബലിയും കട്ടപ്പനയിലെ ഇരട്ട കൊലപാതകവും കേരളക്കരയെ ഭയത്തിലാഴ്ത്തി. ഇപ്പോൾ 3 മലയാളികളുടെ ദുരൂഹ മരണവും വിരൽ ചൂണ്ടുന്നത് അന്ധവിശ്വാസത്തിന്റെ കോണിലേക്ക് തന്നെയാണ്. മനുഷ്യരുടെ മാനസിക അവസ്ഥയാണ് ഇത്തരം ആരാധനാ രീതികളിൽ എത്തിപ്പെടാൻ പ്രധാന കാരണമെന്ന് മനോരോഗ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. കല്യാൺ സിൽക്സ്, തൊണ്ടയാട് ജംഗ്ഷൻ, മാവൂർ റോഡ്, കോഴിക്കോട്, ചിന്നക്കട, കൊല്ലം.